കൈക്കൂലി കേസിൽ കുടുങ്ങിയാലും കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരമസുഖമാണ്. സർവീസ് വ്യവസ്ഥകൾ വളരെ ഉദാരമായി തുടരുന്നതാണ് ഇതിന് പിന്നിലെ കാരണം. സസ്പെൻഷൻ കാലയളവിൽ ഉപജീവന ബദ്ധ എന്ന പേരിൽ പണിയെടുക്കാതെ കാശ് അക്കൗണ്ടിൽ വീഴും. അഴിമതി നിരോധന നിയമപ്രകാരം നടപടികൾ തുടരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തലയൂരാനുള്ള മെയ്വഴക്കം വേണമെന്ന് മാത്രം. സസ്പെൻഷൻ കാലയളവിൽ ആദ്യത്തെ 3 മാസം പകുതി ശമ്പളം ഉപജീവന ബദ്ധയായി കിട്ടും. അടുത്ത 3 മാസം മുക്കാൽ ശമ്പളം കിട്ടും. 6 മാസത്തിനുള്ളിൽ വകുപ്പ് തല അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണ സാലറിയോടുകൂടി സർവീസിൽ തിരികെ കയറാം. കേസിൽ കോടതി ശിക്ഷിച്ചാൽ നിർബന്ധിത വിരമിക്കലോ പിരിച്ചുവിടലോ ഉണ്ടായേക്കാം. എന്നാൽ കുറ്റപത്രം വൈകിപ്പിച്ചും അപ്പീൽ നൽകിയുമൊക്കെ ജോലിയിൽ തുടരുന്നവർ ഒരുപാടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 65% കുറ്റപത്രം സമർപ്പിച്ചതിലുള്ള ശിക്ഷാ നിരക്ക് എന്നാണ് വിജിലൻസിന്റെ കണക്ക്. കൈക്കൂലിയുടെ പേരിൽ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ നാമമാത്രം. കഴിഞ്ഞ 10 വർഷത്തിനിടെ റവന്യൂ വകുപ്പിൽ നിന്ന് 85 പേരാണ് കൈക്കൂലി കേസിൽ പിടിയിലായത്. അതിൽ 75 പേരും പിഴയടച്ച് തലയൂരി. അതിൽ 4 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. 4 പേരുടെ ഫുൾ പെൻഷൻ റദ്ദാക്കി, ഒരാളുടെ പെൻഷൻ പകുതിയാക്കി, ഒരാളെ തരം താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്.